ദശകം 11 ശ്ലോകം 4. വൈകുണ്ഠലോകാനുചിതപ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രസപ്തൗ ഭവദാശ്രയൗതൗ ഹരിസ്മൃതിർനോസ്തിതി നേമതുസ്താൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഈ ജയവിജയന്മാർ ഈ സനകാദികളെ വൈകുണ്ഠത്തിൽ പ്രവേശിക്കാൻ പറ്റാതെ തടഞ്ഞു വച്ചു എന്നാണ് പറഞ്ഞത്. ഇതിൽ ആ സനകാദികളെ ശവിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ സനകാദികൾ ജയവിജയന്മാരെ ശവിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം എന്ന് വെച്ചാൽ വൈകുണ്ഠ ലോകത്തിന് ഉചിതമല്ലാത്ത, ലോകാനുചിതം അതിന് ചേരാത്ത, വൈകുണ്ഠ ലോകത്തിന് ഉചിതമല്ലാത്ത പ്രചേഷ്ടവും പ്രവൃത്തിയെ ചെയ്ത രണ്ടാളും ജയ വിജയന്മാർ കഷ്ടൗ യുവാം ദുഷ്ടസ്വഭാവമുള്ള യുവാം തീരട്ടെ ദൈത്യഗതിം ഭജേതം എന്നുവെച്ചാൽ ദുഷ്ടസ്വഭാവമുള്ള അസുരന്മാരായി തീരട്ടെ. ഇപ്രകാരം ഇത് പ്രസപ്തൗ ശവിക്കപ്പെട്ട ഭവദാശ്രയൗ ഭഗവാൻ തന്നെ ആശ്രയമായിട്ടുള്ള തൗ ആ രണ്ടുപേരും ആ ജയവിജയന്മാർ ഹരിസ്മൃതിർനോ സ്ഥിതി നേമതുസ്താൻ. നമ്മൾ അസുരന്മാരായി ഭവിച്ചാലും ഭഗവാന്റെ സ്മരണ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ